കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടൻ LDF സ്ഥാനാർത്ഥി. കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ഇടതുമുന്നണി തള്ളിയതോടുകൂടിയാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് തോമസ് ചാഴിക്കാടന്റേത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയടക്കം മുൻനിർത്തി കോട്ടയത്തിനു പുറമെ കൂടുതൽ സീറ്റുകൾ വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ അവകാശവാദം ഇടതുമുന്നണി തള്ളിയിരുന്നു. ഇതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 100% വിജയപ്രതീക്ഷയെന്ന് ജോസ് കെ മാണി. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് MP-യും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോക്സഭ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. 2019 UDF-ന്റെ ഭാഗമായി മത്സരിച്ചാണ് തോമസ് ചാഴിക്കാടൻ ജയിച്ചത്. അന്ന് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന VN വാസവനെ 1,00,000-ലധികം വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാഴിക്കാടൻ തോൽപ്പിച്ചത്. കോട്ടയത്ത് ഇത്തവണ കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുമെന്ന സൂചനയുണ്ട്. UDF-നായി ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാകും കോട്ടയത്ത് മത്സരിക്കുക എന്ന തരത്തിലാണ് സൂചനകൾ. കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുത്തേക്കുമെന്ന തരത്തിലും ചർച്ചകൾ സജീവമാണ്. ജനം, കോട്ടയം.